السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, റമദാനിലെ അവസാന നാളുകളിലാണ് നമ്മളുള്ളത്. ഈ മാസത്തെ ഇബാദത്തുകൾ പൂർത്തീകരിക്കാൻ സാധിക്കുമ്പോൾ അതാ മുഅ്മിനീങ്ങൾ അള്ളാഹുവിന് നന്ദിയായിക്കൊണ്ട് സകാത്തുൽ ഫിത്ർ നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ സാഅൻ മിൻ തംറിൻ ഔ സാഅൻ മിൻ ശഈർ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയിരിക്കുന്നു. ഒരു സാ കാരക്ക അല്ലെങ്കിൽ ഒരു സാ ബാർലി അലൽ അബ്ദി വൽ ഹുർ, സ്വതന്ത്രൻ്റെ പേരിലും അടിമയുടെ പേരിലും, വദ്ദക്കരി വൽ ഉൻസ, പുരുഷൻ്റെ പേരിലും സ്ത്രീയുടെ പേരിലും, വസ്സഗീരി വൽ കബീർ, കുട്ടികളുടെ പേരിലും മുതിർന്നവരുടെ പേരിലും, മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായ ഇവർക്കെല്ലാം വേണ്ടി സകാത്തുൽ ഫിത്ർ കൊടുത്തിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർബന്ധമാക്കിയിരിക്കുന്നു. നോക്കൂ, എന്തിനാണത്? അതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, തുഹറത്തൻ ലിസ്സായിമി മിനൽ ലഗ്വി വറഫത്ത്. നോമ്പുകാരന് അത് തുഹറത്താണ്, അവൻ്റെ പാപങ്ങൾക്കുള്ള പരിഹാരവും ശുദ്ധീകരണവുമാണ്. നോമ്പിനിടയിൽ അവന് സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങൾ, മോശമായ എന്തെങ്കിലും വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു നൽകാനുള്ളതാണ് സക്കാത്തുൽ ഫിത്ർ. വത്അമതൻ ലിൽ മസാക്കീൻ, അതുകൊണ്ടുള്ള രണ്ടാമത്തെ ഉപകാരം അത് മിസ്കീനുകൾക്ക്, സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം കൂടിയാണ്. പെരുന്നാളിൻ്റെ, ഈദിൻ്റെ, സന്തോഷത്തിൻ്റെ ദിവസം ആരും പട്ടിണിയായി പോകരുത്. എല്ലാവരുടെ വീട്ടിലും ഭക്ഷണമുണ്ടായിരിക്കണം, അതിനുവേണ്ടി കൂടിയാണ്. നോക്കൂ, ഈ സക്കാത്തിനെ സക്കാത്തുൽ ബദൻ എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത് കാണാം. അഥവാ സമ്പത്തിൻ്റെ സക്കാത്ത് വർഷാവർഷം നമ്മൾ മുസ്ലിമീങ്ങൾ കൊടുക്കേണ്ടതുണ്ടല്ലോ. ഒരു നിശ്ചിത പരിധി എത്തിയാൽ, അത് ഒരു വർഷം കയ്യിലുണ്ടായാൽ അതിന് ആ ഒരു വർഷം അള്ളാഹു അത് കയ്യിൽ നിലനിർത്തി തന്നതിന് അതിൻ്റെ 2.5% കൊടുക്കുന്നു എന്നതുപോലെ ശരീരത്തിൻ്റെ സക്കാത്താണിത്. അള്ളാഹു നിൻ്റെ തടി അത് ഒരു വർഷം നിന്നെ മരിപ്പിക്കാതെ നിനക്ക് ആയുസ് നീട്ടി തന്നിരിക്കുന്നു. അതിനുള്ള നന്ദി കൂടിയാണ് സക്കാത്തുൽ ഫിത്ർ. അതുകൊണ്ടാണ് നോക്കൂ, നോമ്പ് നിർബന്ധമില്ലാത്ത ആളുകൾക്ക് വേണ്ടി കൂടി അത് കൊടുക്കണമെന്ന് പറയുന്നത്. റമദാനിൻ്റെ അവസാനത്തെ ദിനം അവസാനിക്കുന്നതിന് മുൻപ് ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിൻ്റെ പേരിൽ കൂടി സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാണ്. സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാണ്. റമദാനിൻ്റെ
അവസാനത്തെ സൂര്യൻ അസ്തമിച്ചതിനു ശേഷമാണ് ഒരാൾ മരണപ്പെടുന്നത്, അതിനുശേഷമാണ് മരണപ്പെടുന്നത് എങ്കിലും അയാൾക്ക് വേണ്ടി സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടതുണ്ട്. നോക്കൂ, ചെറിയ കുട്ടിക്ക് അതുപോലെ ബുദ്ധിയില്ലാത്ത ആളുകളാണ്, അവർക്ക് നോമ്പ് നിർബന്ധമില്ല, പക്ഷേ അവരുടെ പേരിൽ കൂടി സക്കാത്തുൽ ഫിത്ർ കൊടുക്കുക നിർബന്ധമാണ്. എന്തുകൊണ്ടാണ്? കാരണം അള്ളാഹു അവർക്കും ഒരു വർഷം ആയുസ് നൽകിയിരിക്കുന്നു, അതിനുള്ള നന്ദി കൂടിയാണ് സക്കാത്തുൽ ഫിത്ർ. അതുപോലെ നോക്കൂ, ഇബാദത്തുകൾ പൂർത്തീകരിക്കാൻ സാധിച്ചതിനുള്ള നന്ദി, ശുക്ർ അതിലുണ്ട്. നിങ്ങൾ നോക്കൂ, ഹജ്ജ് പൂർത്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അവിടെ ഹദായ അഥവാ ഹജ്ജിൻ്റെ പേരിൽ ബലിമൃഗങ്ങൾ അറുക്കേണ്ടതുണ്ട്. ആ ഇബാദത്ത് പൂർത്തീകരിക്കപ്പെട്ടതിന്, അത് പൂർത്തീകരിക്കാൻ സഹായിച്ചതിന് അള്ളാഹുവിനുള്ള നന്ദിയാണത്. അതുപോലെ നോമ്പ് പൂർത്തീകരിക്കാൻ സാധിച്ചതിന് അള്ളാഹുവിനുള്ള നന്ദിയാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. ആർക്കാണത് നിർബന്ധം? എല്ലാ മുസ്ലിമീങ്ങളും അത് കൊടുക്കുക നിർബന്ധമാണ്. പുരുഷന്മാരുടെ പേരിലും സ്ത്രീകളുടെ പേരിലും കുട്ടികളുടെ പേരിലും മുതിർന്നവരുടെ പേരിലുമെല്ലാം. അത് നോക്കൂ, പണക്കാർ മാത്രമാണോ കൊടുക്കേണ്ടത്? അല്ല, ചില ആളുകൾക്കെങ്കിലും അങ്ങനെ തെറ്റിദ്ധാരണയുണ്ട്. അതൊക്കെ വലിയ മുതലാളിമാർ കൊടുക്കേണ്ടതാണ്, ഞാൻ കൊടുക്കേണ്ടതല്ല എന്ന് ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകാം. അല്ല, ഭക്ഷണം അത് ബാക്കിയുള്ള, കൊടുക്കാനുള്ള ഭക്ഷണം ബാക്കിയുള്ള എല്ലാവരും അത് കൊടുക്കേണ്ടതുണ്ട്. എല്ലാ ആളുകളും തനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം കഴിച്ച്, ഭക്ഷണം ബാക്കിയുണ്ട്, അതുപോലെ തൻ്റെ കുടുംബത്തിന് കഴിക്കാനുള്ള, തൻ്റെ കീഴിലുള്ളവർക്ക് കഴിക്കാനുള്ളത് കഴിച്ച് ഇനിയും കൊടുക്കാനുണ്ടോ, ആ കൊടുക്കാനുള്ള വസ്തു അത് അല്ലെങ്കിൽ അതിൻ്റെ പണം നിൻ്റെ കയ്യിലുണ്ടോ എങ്കിൽ ആ ഭക്ഷണ പദാർത്ഥം അത് വാങ്ങി കൊടുക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ ഗർഭസ്ഥ ശിശുവിൻ്റെ പേരിൽ പോലും കൊടുക്കുക നിർബന്ധമല്ല എങ്കിൽ കൂടി സഹാബത്ത് റളിയല്ലാഹു അൻഹും അത് അവർ കൊടുക്കുമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഗർഭത്തിലുള്ള കുട്ടിക്ക് വേണ്ടി സക്കാത്തുൽ ഫിത്ർ കൊടുത്തതായി റിവായത്ത് കാണാം. ആ കുഞ്ഞിന് വേണ്ടി കൊടുക്കുക നിർബന്ധമല്ല, പക്ഷേ അത് പുണ്യകരമാണ്. എപ്പോഴാണ് ഇത് കൊടുക്കുക നിർബന്ധമായി തീരുക? അതിൻ്റെ സമയം എന്താണ്? റമദാനിൻ്റെ അവസാനത്തെ പകൽ അവസാനിക്കുന്നതോടെ, റമദാനിലെ അവസാനത്തെ ദിവസത്തെ സൂര്യൻ അസ്തമിക്കുന്നതോടെ സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ട നിർബന്ധമായ സമയം എത്തിച്ചേർന്നിരിക്കുന്നു. നിസ്കാരം കഴിയുന്നതിന് മുൻപ്, അഥവാ സലാത്തുൽ ഈദ്, പെരുന്നാൾ നിസ്കാരം കഴിയുന്നതിന് മുൻപ് അത് കൊടുത്തിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൽപ്പിച്ചിട്ടുണ്ട്. വഅമറ ബിഹ അൻ തുഅദ്ദ ഖബ്ല ഖുറൂജിൻ നാസി ഇല സ്സലാഹ്. നിസ്കാരത്തിന് വേണ്ടി ആളുകൾ പോകുന്നതിന് മുൻപ്, അഥവാ നിസ്കാരം നിർവഹിക്കപ്പെടുന്നതിന് മുൻപ് അത് കൊടുത്തിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മൻ അദ്ദാഹ ഖബ്ല സ്സലാത്തി ഫഹിയ സകാത്തുൻ മഖ്ബൂല. പെരുന്നാൾ നിസ്കാരത്തിന് മുൻപ് ആരാണോ അത് കൊടുത്തത് എങ്കിൽ അത് സ്വീകാര്യോഗ്യമായ സക്കാത്താണ്. വമൻ അദ്ദാഹ ബഅദ സ്സലാത്തി ഫഹിയ സദഖത്തുൻ മിനസ് സദഖാത്ത്. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് ഒരാൾ കൊടുക്കുന്നതെങ്കിൽ അത് സക്കാത്തുൽ ഫിത്റായി പരിഗണിക്കപ്പെടുകയില്ല, അത് കേവലം ഒരു ദാനധർമ്മം മാത്രമേ ആവുകയുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, പെരുന്നാൾ നിസ്കാരത്തിന് മുൻപേ കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞാൽ നിർബന്ധമാകുന്നത്, അതിൻ്റെ സമയം, നിർബന്ധമായ സമയം വന്നു ചേരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റമദാനിൻ്റെ അവസാനത്തെ പകൽ അവസാനിക്കുന്നതോടെയാണ്, ആ ദിവസത്തെ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടിയാണ്. എന്നാൽ ഈദിൻ്റെ ഒരു ദിവസം മുൻപോ 2 ദിവസം മുൻപോ സക്കാത്തുൽ ഫിത്ർ കൊടുക്കാവുന്നതാണ്. ഒരു ദിവസം മുൻപോ 2 ദിവസം മുൻപോ, കുറച്ച് നേരത്തെ കൊടുക്കണമെന്നുണ്ടോ കൊടുക്കാവുന്നതാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി പറയുകയാണ്, വകാനു യുഅതൂന ഖബ്ല അൽ ഫിത്ർ ബിയൗമിൻ ഔ ബിയൗമൈൻ. സഹാബിമാർ സക്കാത്തുൽ ഫിത്ർ പെരുന്നാളിന് ഒരു ദിവസം മുൻപോ അല്ലെങ്കിൽ 2 ദിവസം മുൻപോ കൊടുക്കുമായിരുന്നു. എന്താണ് കൊടുക്കേണ്ടത്? ഒരു നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്താണോ അതാണ് കൊടുക്കേണ്ടത്. ഒരു നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷണം അരിയാണോ അത് കൊടുക്കുക. ഒരു നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷണം ബാർലിയാണോ അത് കൊടുക്കുക. അവിടെ ആളുകളുടെ കൂറ്റായി, അവരുടെ ഭക്ഷണമായി പരിഗണിക്കപ്പെടുന്നത് എന്താണോ അത് ആണ് കൊടുക്കേണ്ടത്. എത്രയാണ് കൊടുക്കേണ്ടത്? ഒരു സാ ആണ് കൊടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ സാഅം മിൻ തംർ, സാഅം മിൻ ശഈർ,
സാ, മുദ്, ഇതെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ അളവുകളായിരുന്നു. അന്ന് സാഇൻ്റെ അളവ് പാത്രമുണ്ടായിരുന്നു, മുദ്ദിൻ്റെ അളവ് പാത്രമുണ്ടായിരുന്നു. ആ സാഇൻ്റെ പാത്രത്തിൽ അളന്നാൽ ഒരു സാ ആയി, മുദ്ദിൻ്റെ പാത്രത്തിൽ അളന്നാൽ ഒരു മുദ്ദായി. പഴയ കാലത്തെ അളവുകളാണ്. അതുകൊണ്ട് തന്നെ നോക്കൂ, ആധുനിക കാലത്തെ ആളുകളുടെ അളവുകൾ ഇതിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ സ്വാഭാവികമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം. വല്ലാഹു അലം. ധാരാളം പണ്ഡിതന്മാർ ആധുനിക കാലത്തെ അഹ്ലുസുന്നത്തിൻ്റെ ഒരുപാട് പണ്ഡിതന്മാർ ഏതാണ്ട് ഒരു 3 കിലോയോട് അടുപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് കാണാം. ഒരാളുടെ സക്കാത്തുൽ ഫിത്തർ ഏകദേശം ഒരു 3 കിലോയോട് അടുപ്പിച്ച് കൊടുക്കുക. അത് നീ കൂടിപ്പോയാൽ, അത് കൊടുക്കുന്നത് കൂടിപ്പോയത് കൊണ്ട് തകരാറൊന്നുമില്ല, അത് സദഖയായി പരിഗണിക്കപ്പെടും. അതുകൊണ്ട് അതിൽ പിശുക്ക് കാണിക്കേണ്ടതില്ല. സൂക്ഷ്മതയ്ക്ക് വേണ്ടി 3 കിലോയോട് അടുപ്പിച്ച് ഓരോരുത്തർക്കും വേണ്ടിയും കൊടുക്കുക. ഭക്ഷണ പദാർത്ഥം തന്നെ സക്കാത്തുൽ ഫിത്തറായി കൊടുത്തിരിക്കണം. അത് പണമായി കൊടുത്താൽ സക്കാത്തുൽ ഫിത്തറായി പരിഗണിക്കപ്പെടുകയില്ല, അത് വീടുകയില്ല. കാരണം അത് ഭക്ഷണ പദാർത്ഥമായി മാത്രം കൊടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ മുൻഗാമികളുടെ സഹാബത്തിൻ്റെ എല്ലാം രീതി അതായിരുന്നു. ചില ആളുകൾ ചോദിക്കും, പണമല്ല ആളുകൾക്ക് കൂടുതൽ ഉപകാരപ്പെടുക, കുറേ ഇങ്ങനെ അരി വന്ന് കിട്ടിയിട്ട് ആളുകൾക്ക് എന്തുപകാരമാണ് എന്ന് പലരും ചോദിച്ചേക്കാം. സഹോദരങ്ങളെ, ഭക്ഷണം മാത്രം കൊടുക്കാൻ ദീൻ പഠിപ്പിച്ചിടത്ത് നമ്മൾ അതുമാത്രമേ കൊടുക്കാവൂ. പണം കൊടുക്കാൻ പഠിപ്പിച്ചിടത്ത് അത് കൊടുക്കുക. ഉദാഹരണത്തിന് സമ്പത്തിൻ്റെ സക്കാത്ത്, അത് പണമായാണ് കൊടുക്കേണ്ടത്. അതൊരാളുടെ ആവശ്യം ഇന്നതായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആ വസ്തു വാങ്ങി കൊടുക്കാൻ പാടില്ല എന്നാണ്. പണം കൊടുക്കുക, അത് അയാൾ ഇഷ്ടമുള്ളത് വാങ്ങട്ടെ, അയാൾ ഇഷ്ടമുള്ളതിന് അത് ഉപയോഗിക്കട്ടെ. എന്നാൽ ഇതാ സക്കാത്തുൽ ഫിത്തറിന് അതിന് ഭക്ഷണം ഏതാണോ അതാണ് കൊടുക്കേണ്ടത്. ശരിയാണ്, അത് കൊടുക്കാൻ വേണമെങ്കിൽ നമുക്കൊരാളെ പണം കൊടുത്തേൽപ്പിക്കാം. പക്ഷേ നമ്മൾ ഏൽപ്പിച്ചയാൾ മിസ്കീനിന് അത് കൊടുക്കുമ്പോൾ ഭക്ഷണ പദാർത്ഥം തന്നെ വാങ്ങിക്കൊടുത്തിരിക്കണം, അത് തന്നെ വാങ്ങിക്കൊടുത്തിരിക്കണം. അതല്ലാതെ മിസ്കീനിന് സക്കാത്തുൽ ഫിത്തർ ആരാണോ അതിൻ്റെ അവകാശി അയാൾക്ക് പണമായി കൊടുക്കുക എന്നത് പാടില്ലാത്തതാണ്. ആരാണ് ഇതിൻ്റെ അവകാശികൾ? ഇതിൻ്റെ അവകാശികൾ സാധുക്കളായ മുസ്ലിമീങ്ങളാണ്. എല്ലാവർക്കും ഇത് വാങ്ങുക പാടില്ല. പലപ്പോഴും അയൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്തിട്ട് സക്കാത്തുൽ ഫിത്തർ അങ്ങനെ വീടിക്കളയാം എന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ. അങ്ങനെയല്ല, മറിച്ച് മുസ്ലിമീങ്ങളായ സാധുക്കളായ മിസ്കീനുകളായ ആളുകൾക്ക് മാത്രമാണ് സക്കാത്തുൽ ഫിത്തർ കൊടുക്കുക പാടുള്ളൂ. ഇത്രയും വിധിവിലക്കുകൾ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക. സക്കാത്തുൽ ഫിത്തറിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കുകയും അത് നല്ല രൂപത്തിൽ കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പ് പൂർത്തീകരിക്കാനും ഈ മാസം നല്ല ഇബാദത്തുകളാൽ അതിൻ്റെ അവസാനത്തിലും കടിഞ്ഞുകൂടാനും അങ്ങനെ അത് പൂർത്തീകരിക്കാനും അവൻ കൽപ്പിച്ചതുപോലെ സക്കാത്തുൽ ഫിത്തർ കൊടുത്തുവിട്ടാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നോക്കൂ, ഇതാ നമ്മുടെ ഈദ് അടുത്തിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ മുസ്ലിമീങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള 2 ഈദുകളിലൊന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ചെല്ലുമ്പോൾ അവർക്കവിടെ ചില ആഘോഷങ്ങളുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് 2 ഈദുകൾ അള്ളാഹുവിൻ്റെ വഹീനാൽ നിശ്ചയിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഖദ് അബ്ദലക്കുമുല്ലാഹു തആല ബിഹിമ ഖൈറൻ മിൻഹുമാ യൗമൽ ഫിത്ർ വൽ അദ്ഹാ. നിങ്ങളുടെ ഈ ജാഹിലിയത്തിലെ 2 ആഘോഷങ്ങൾക്ക് പകരമായി അതിനേക്കാൾ ഉത്തമമായ 2 ദിവസങ്ങൾ, 2 ഈദുകൾ, 2 പെരുന്നാളുകൾ അള്ളാഹു നിങ്ങൾക്ക് പകരം നൽകിയിരിക്കുന്നു. ഈദുൽ ഫിത്രി വ ഈദുൽ അദ്ഹാ. ഒന്ന് ഈദുൽ ഫിത്റാണ്, റമദാനിന് ശേഷമുള്ള ഈദാണ്. രണ്ടാമത്തേത് ഹജ്ജിന് ശേഷമുള്ള ഈദാണ്. നോക്കൂ, നമ്മുടെ ഈദുകൾ രണ്ടും 2 പ്രധാനപ്പെട്ട ഇബാദത്തുകൾക്ക് തൊട്ടുടനെയാണ് വരുന്നത്. മൂന്നാമത്തെ ഈദ് അത് ആഴ്ചയിലെ ഈദാണ്. മുസ്ലിമീങ്ങൾക്കെല്ലാം ആഴ്ചയിലെ ഈദുണ്ട്. അത് യൗമുൽ ജുമഅയാണ്, വെള്ളിയാഴ്ചയാണ്. മുസ്ലിമീങ്ങൾ സമ്മേളിക്കുന്ന, അവരൊത്തുചേരുന്ന, അവരുടെ പ്രധാനപ്പെട്ട ഇബാദത്ത് നിർവഹിക്കുന്ന ദിവസം. നമ്മുടെ ഈദുകളെല്ലാം നോക്കൂ, ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈദുകളാണ്. നമ്മുടെ സന്തോഷം യഥാർത്ഥത്തിൽ എന്തിൻ്റെ സന്തോഷമാണ് പ്രിയമുള്ളവരെ? അള്ളാഹു കൽപ്പിച്ച അവനുള്ള ആരാധന പൂർത്തിയാക്കാൻ സാധിച്ചതിൽ, അള്ളാഹുവിനെ അനുസരിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷമാണ്.
ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചേക്കാവുന്നതുപോലെ നോമ്പൊന്ന് കഴിഞ്ഞു കിട്ടിയല്ലോ, ഇനി പട്ടിണി കിടക്കണ്ടല്ലോ എന്ന സന്തോഷമാണോ അത്? ഒരിക്കലുമല്ല. മറിച്ച് അള്ളാഹു നിശ്ചയിച്ചു തന്ന ഈ ഇബാദത്ത് പൂർത്തീകരിക്കാൻ സാധിച്ചല്ലോ എന്ന സന്തോഷമാണ്. വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾ ആ എണ്ണം പൂർത്തീകരിക്കുവാനും അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്, അള്ളാഹു നിങ്ങളെ ഈ നന്മയിലേക്ക് വഴി നടത്തിയതിന് അവനെ തക്ബീർ ചൊല്ലാനും അവനെ പ്രകീർത്തിക്കാനും വേണ്ടി എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നോക്കൂ, സന്തോഷം പ്രകടിപ്പിക്കേണ്ടതാണ് ഈദുകൾ. ഈദ് നീ സന്തോഷം പ്രകടിപ്പിക്കണം. ആ സന്തോഷ പ്രകടനത്തിൻ്റെ ഭാഗമാണ് നീ നല്ല വസ്ത്രങ്ങൾ അണിയുന്നത്, നീ രാവിലെ കുളിക്കുന്നത്, സുഗന്ധം പൂശുന്നത്, നീ തക്ബീറുകൾ മുഴക്കിക്കൊണ്ട് ഈദ് നിസ്കാരത്തിനു വേണ്ടി ചെല്ലുന്നത്, നീ പ്രിയമുള്ളവർക്ക് കുട്ടികൾക്കും മറ്റും എന്തെങ്കിലുമൊക്കെ അവരെ സന്തോഷിപ്പിക്കാൻ ഹദിയകൾ മറ്റും നൽകുന്നത്, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ആ സന്തോഷത്തിൻ്റെ പ്രകടനത്തിനു വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഓരോ ഖൗമിനും ഈദുണ്ട്, ഇത് നമ്മുടെ ഈദാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിൽ രണ്ട് ചെറിയ പെൺകുട്ടികൾ അവരിങ്ങനെ പാട്ടുപാടുന്നുണ്ടായിരുന്നു. അവർ പാട്ടുകാരികളായി അറിയപ്പെട്ടവരൊന്നും ആയിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറഞ്ഞു, അമിസ്മാറത്തു ശൈത്താൻ ഫി ബൈത്തി റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിൽ പിശാചിൻ്റെ രാഗമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതപ്പിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹുമാ യാ അബൂബക്കർ, അബൂബക്കർ വിട്ടേക്കൂ, എല്ലാ ഖൗമിനും ഒരു ഈദുണ്ട്, ഇത് നമ്മുടെ ഈദാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. സന്തോഷ പ്രകടനത്തിന് ഹറാമല്ലാത്ത അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിൽ ഒരൽപ്പം വിശാലത അനുവദിക്കപ്പെട്ട നാളാണ് ഈദ് എന്നതിനർത്ഥം. ഹറാമുകൾ ഒരു ദിവസത്തിലും നമുക്ക് അനുവാദമില്ല. എന്നാൽ ഹലാലിൽ ഒരൽപ്പം വിശാലത, ആളുകൾ കളിചിരികൾ പങ്കിടുന്നതിൽ, അവർ സന്തോഷം പരസ്പരം പങ്കുവെക്കുന്നതിൽ ഒരു ഇടുക്കം കാണിക്കേണ്ടതില്ല, മറിച്ച് സന്തോഷിക്കുക. നമുക്ക് സന്തോഷിക്കാനുള്ള ദിവസമാണ് ഈദിൻ്റെ ദിവസം. മുസ്ലിമീങ്ങളുടെ പ്രധാനപ്പെട്ട ശഈറത്തുകളിൽ, അവരുടെ അടയാളങ്ങളിൽ, അവരുടെ ചിഹ്നങ്ങളിലൊന്നാണ് ഈദും അതിൻ്റെ ആഘോഷവും അതിൻ്റെ ഒത്തുചേരലുമെല്ലാം. മുസ്ലിമീങ്ങളതാ ഒരുമിച്ച് ചേരുന്നു, അവർ തക്ബീറുകൾ മുഴക്കുന്നു, അവർ നിസ്കരിക്കുന്നു. സാധാരണ ജുമഅക്കും മറ്റും കൂടുന്നതിനേക്കാൾ ആളുകൾ സമ്മേളിക്കുകയും തക്ബീറുകൾ ചൊല്ലുകയും നിസ്കരിക്കുകയും ഇമാമിൻ്റെ ഖുത്ബ ശ്രവിക്കുകയും ദുആ ചെയ്യുകയും ദാനധർമ്മം നടത്തുകയും പരസ്പരം സന്തോഷം പങ്കിടുകയും പരസ്പരം പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്ന മഹത്തരമായ സന്തോഷത്തിൻ്റെ നാൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ മുസ്ലിമീങ്ങൾക്കും അങ്ങേറ്റം സന്തോഷത്തോടെ ഈദിൽ പങ്കെടുക്കുവാൻ അതിൽ പങ്കുചേരുവാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ആ ഈദിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാതൃക കാണിച്ചു തന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുക. നോക്കൂ, അതിലേറ്റവും പ്രധാനം സലാത്തുൽ ഈദ് തന്നെയാണ്, പെരുന്നാളിൻ്റെ നിസ്കാരം. ആ പെരുന്നാളിൻ്റെ നിസ്കാരത്തിന് നോക്കൂ, എല്ലാവരും മുസ്ലിമീങ്ങൾ ഒന്നടങ്കം അബാലവൃദ്ധം ജനങ്ങൾ, അവരിലെ യുവാക്കളും യുവതികളും വൃദ്ധന്മാരും എല്ലാവരും, സ്ത്രീകളും കുട്ടികളും എല്ലാം ഒരുമിച്ച് ആ ഈദിന് പങ്കെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ പറയുന്നു, അമറനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, അൻ നുഖ്രിജ ഫിൽ ഈദൈനി അൽ അവാതിഖ വദവാതിൽ ഖുദൂർ, പെരുന്നാൾ നിസ്കാരത്തിന് വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്ന പ്രായപൂർത്തിയായ പെൺകുട്ടികൾ, അവർ ഖിദ്റിലാണ് പണ്ടുകാലത്ത് താമസിച്ചിരുന്നത്. അവർക്ക് വീട്ടിൽ പ്രത്യേകമായി ഒരു മുറി ഉണ്ടായിരുന്നു. അവർക്ക് കഴിയാൻ, ആളുകൾ അവിടെ വരുന്നവരും പോകുന്നവരും ഒക്കെ കാണാതെ കഴിയാൻ പ്രത്യേകം വീട്ടിൽ ഇടമുണ്ടാകുമായിരുന്നു പഴയ കാലത്ത്. കാരണം അത്രയും അവർ ലജ്ജയുള്ളവരും തങ്ങളുടെ ഔറത്താളുകളിൽ നിന്ന് മറച്ചു വെക്കുന്നവരും ആയിരുന്നു. പ്രായപൂർത്തിയെത്തിയ എന്നാൽ വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത സ്ത്രീകൾ, അവരുടെ കാര്യത്തിൽ മുസ്ലിമീങ്ങൾ പഴയകാലത്ത് പ്രത്യേകം ശ്രദ്ധ വെച്ചു പുലർത്തിയിരുന്നു. ഏത് കാലത്തും അങ്ങനെ ചെയ്യേണ്ടവരാണ് മുസ്ലിമീങ്ങൾ. അവരെ സംരക്ഷിക്കേണ്ടവരും അവരെ ഏറ്റവും നല്ല ഇണയെ കണ്ടെത്തി അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് വരേക്കും അവരുടെ കാര്യത്തിൽ അങ്ങേയറ്റം ബദ്ധശ്രദ്ധ വെച്ചു പുലർത്തേണ്ടവരുമാണ് മുസ്ലിമീങ്ങൾ. കാരണം അവർ ഈ ഉമ്മത്തിൻ്റെ നാളത്തെ മക്കളെ വളർത്തേണ്ട ഈ ഉമ്മത്തിൻ്റെ രത്നങ്ങളാണ്. ഈ ഉമ്മത്തിൻ്റെ ഭാവി തലമുറയെ വളർത്തിയെടുക്കേണ്ട ആളുകളാണ്. അവർ മോശക്കാരായാൽ നശിച്ചു പോവുക ഈ ഉമ്മത്താണ്.
നോക്കൂ നിങ്ങൾ, അങ്ങനെയുള്ള പെൺകുട്ടികളെയും അതുപോലെ സുബ്ഹാനല്ലാഹ് ആർത്തവകാരികളായ സ്ത്രീകൾ പോലും ഈ സലാത്തുൽ ഈദിൽ പങ്കെടുക്കാൻ പോകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. വഅമറൽ ഹുയ്യദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർത്തവകാരികളായ സ്ത്രീകളോട് കൽപ്പിച്ചു, അയ്യഅ്തസിൽന മുസല്ലൽ മുസ്ലിമീൻ, അവർ സലാത്തുൽ ഈദിൻ്റെ ഇടത്തേക്ക് പോവുകയും എന്നിട്ട് മുസ്ലിമീങ്ങൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കരിക്കുന്ന സ്ഥലത്തു നിന്ന് മാറി നിൽക്കുകയും ചെയ്യുക. എന്തിനു വേണ്ടിയാണ്? ഉമ്മ അത്തിയ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു, ഫയുകബ്ബിർന ബിതക്ബീരിഹിം, മുസ്ലിമീങ്ങളുടെ കൂടെ അവരും തക്ബീർ ചൊല്ലാൻ, വയദഊന ബിദുആഇഹിം, മുസ്ലിമീങ്ങൾ ദുആ ചെയ്യുമ്പോൾ അവരുടെ കൂടെ ദുആ ചെയ്യാൻ, യർജൂന ബറകത ദാലികൽ യൗമി വതുഹറതഹ, ആ ദിവസത്തെ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്, ആ ദിവസം അള്ളാഹുവിൻ്റെ പാപമോചനം ലഭിക്കും അത് പ്രതീക്ഷിച്ചുകൊണ്ട്. സുബ്ഹാനല്ലാഹ്, പാപമോചനവുമായിട്ടാണ് സലാത്തുൽ ഈദിൽ നിന്ന് മുസ്ലിമീങ്ങൾ പിരിഞ്ഞു പോവുക എന്നാണ്. അള്ളാഹു നൽകുന്ന പാപമോചനം അതുമായിട്ടാണ് മുസ്ലിമീങ്ങൾ പിരിഞ്ഞു പോവുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാവരും ആ മുസ്ലിമീങ്ങളുടെ നന്മയിൽ, അവരുടെ ഒരുമയിൽ, അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വരണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ സന്തോഷപൂർവ്വം ഈദിൽ സമ്മേളിക്കുവാൻ, അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ, റമദാനിന് ശേഷവും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്. പ്രിയമുള്ളവരെ, സലാത്തുൽ ഈദ് അത് മസ്ജിദിലല്ലാതെ മുസല്ലകളിൽ അഥവാ ഈദ്ഗാഹുകളിൽ സംഘടിപ്പിക്കുക എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. അങ്ങനെ പുറത്ത് തുറസായ സ്ഥലത്ത് നിർവഹിക്കാൻ സാധിക്കാത്ത എന്തെങ്കിലും ഉദ്റുണ്ടെങ്കിൽ മാത്രം, അങ്ങനെയുള്ള ഒഴിവ് കഴിവ് ഉണ്ടെങ്കിൽ മാത്രമാണ് മസ്ജിദുകളിൽ സലാത്തുൽ ഈദ് നിർവഹിക്കപ്പെടേണ്ടത്. സാധാരണ ഉള്ള മസ്ജിദുകളിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് മുസല്ലയിൽ ഈദ്ഗാഹുകളിൽ ചെല്ലുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു യൗമൽ ഫിത്ർ വൽ അദ്ഹാ ഇലൽ മുസല്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പെരുന്നാളുകൾ മുസല്ലയിൽ വെച്ച് അഥവാ ഈദ്ഗാഹിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നത്. അവിടേക്ക് പോയിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർവഹിച്ചിരുന്നത്. അങ്ങോട്ടേക്ക് പോകുമ്പോഴും വരുമ്പോഴും വേറെ വേറെ വഴികളിലൂടെ പോകാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന യൗമുൽ ഈദി ഖാലഫ അത്തരീഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളായാൽ പോകുമ്പോൾ ഒരു വഴിയും തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയുമായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. രണ്ട് വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തിട്ട് പോകുമ്പോഴുള്ള വഴിയിലല്ല തിരിച്ചു വരിക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. സലാത്തുൽ ഈദ് പെരുന്നാൾ നിസ്കാരം ബാങ്കോ ഇഖാമത്തോ ഇല്ലാത്ത നിസ്കാരമാണ്. അതിനു മുൻപ് ബാങ്കോ ഇഖാമത്തോ നിർവഹിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ചില നിസ്കാരങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയ സലാത്തു ജാമിഅ, ഇതാ നിസ്കാരം സംഘടിപ്പിക്കപ്പെടാൻ പോകുന്നു, വരൂ എന്ന് പറയാറുണ്ട്. ചില സുന്നത്ത് നിസ്കാരങ്ങൾ ഒരുമിച്ച് നിർവഹിക്കേണ്ടി വന്നാൽ അതും സലാത്തുൽ ഈദിൽ പറയേണ്ടതില്ല. അതുപോലെ പെരുന്നാൾ നിസ്കാരത്തിന് മുൻപോ ശേഷമോ ഒരു നിസ്കാരമില്ല. ഒരാൾ ഈദ്ഗാഹിലെത്തുകയാണ് എങ്കിൽ അവിടെ എത്തിയാൽ പെരുന്നാൾ നിസ്കാരത്തിന് മുൻപ് ഒരു നിസ്കാരം നിർവഹിക്കേണ്ടതില്ല, അതിൻ്റെ ശേഷവും നിസ്കരിക്കേണ്ടതില്ല. എന്നാൽ മസ്ജിദുകളിൽ വെച്ച് അത് സംഘടിപ്പിക്കപ്പെട്ടാൽ മസ്ജിദിലെത്തിയാലുള്ള തഹിയ്യത്ത് നിസ്കാരം നിർവഹിക്കാം, അതിൽ കുഴപ്പമില്ല. എന്നാൽ പുറത്തു വെച്ച് പെരുന്നാൾ നിസ്കാരം സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ മുൻപോ ശേഷമോ ഒരു നിസ്കാരം നിർവഹിക്കേണ്ടതില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഈ നിസ്കാരത്തിൽ ബാക്കിയുള്ള നിസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ തക്ബീറുകൾ ചൊല്ലിയിരുന്നു. കൂടുതൽ തക്ബീറുകൾ, തക്ബീറു സവാഇദ്, അത് ഈ നിസ്കാരത്തിൽ പ്രത്യേകം സുന്നത്താണ്. ഒരാൾക്കത് നഷ്ടപ്പെട്ടു പോയാൽ ബേജാറാകേണ്ടതില്ല, നിസ്കാരം ശരി തന്നെയാണ്. പക്ഷേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ച, നാം ശ്രദ്ധിക്കേണ്ട, ഇമാം നിർവഹിക്കുമ്പോൾ നിർവഹിക്കാൻ ശ്രദ്ധിക്കേണ്ട സുന്നത്താണ്, അത് പ്രധാനപ്പെട്ട സുന്നത്താണ്. നോക്കൂ, ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീറുകൾ, തക്ബീറത്തുൽ ഇഹ്റാമിന് പുറമെ 6 തക്ബീറുകൾ, അങ്ങനെ ആകെ 7 തക്ബീറുകൾ ഒന്നാമത്തെ റക്അത്തിൽ. രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറുകൾ,
സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള തക്ബീറിന് പുറമെ 5 തക്ബീറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടുതലായി തക്ബീറുകൾ ഈ നിസ്കാരത്തിൽ നിർവഹിച്ചിരുന്നു. സലാത്തുൽ ഈദ് നിർവഹിക്കാൻ, ഈദുൽ ഫിത്തറിൻ്റെ ദിവസം ഈ പെരുന്നാൾ നിസ്കരിക്കാൻ പോകുമ്പോൾ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചു പോവുക, അതാണ് സുന്നത്ത്. കാരണം ഒരു മാസത്തെ നോമ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നോമ്പ് ഇല്ല, അന്ന് നോമ്പ് പാടില്ലാത്ത ദിവസമാണ്. അത് പ്രത്യേകം അറിയിക്കുന്ന രൂപത്തിൽ ഭക്ഷണം കഴിച്ചു കൊണ്ട് പോവുകയാണ് ഈദുൽ ഫിത്തറിൻ്റെ നിസ്കാരത്തിന് പോകുമ്പോഴുള്ള സുന്നത്ത്. എന്നാൽ ഈദുൽ അദ്ഹയിൽ ബലിപെരുന്നാളിൻ്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുകയും എന്നിട്ട് ഉടനെ ബലിയറുക്കുകയും അതിൽ നിന്ന് ആദ്യത്തെ ഭക്ഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കുകയും ചെയ്യുമായിരുന്നു. ഭക്ഷണം കഴിക്കാതെ പോകും, എന്നിട്ട് ആദ്യം ബലിമൃഗത്തെ അറുത്തതിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഈ പെരുന്നാളിൽ അത് ഭക്ഷണം കഴിച്ചതിന് ശേഷം പോവുക. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഈദുൽ ഫിത്തർ അഥവാ ഈ പെരുന്നാളിൻ്റെ നിസ്കാരം ഈദുൽ അദ്ഹയേക്കാൾ ഒരല്പം വൈകിട്ടാണ് നല്ലത്. ബലിപെരുന്നാളിൻ്റെ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം നേരത്തെയാക്കലും നോമ്പിൻ്റെ പെരുന്നാളിൻ്റെ നിസ്കാരം അതിനേക്കാൾ ഒരല്പം വൈകിക്കലുമാണ് നല്ലത്. എന്തുകൊണ്ടാണത്? കാരണം ഈ പെരുന്നാളിൻ്റെ മുൻപേ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്, നിസ്കാരത്തിനു ശേഷം അത് കൊടുത്തുകൂടാ. പെരുന്നാളിനാകട്ടെ നിസ്കാരം കഴിഞ്ഞിട്ട് വേണം അറുക്കാൻ, അതുകൊണ്ട് അത് വേഗമാക്കുക. ഇതാണ് കൂടുതൽ നല്ലത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. നോക്കൂ നിങ്ങൾ, ഭക്ഷണം കഴിച്ചതിനു ശേഷം പോവുക, പെരുന്നാളിന് വേണ്ടി കുളിക്കുക, ഒരുങ്ങുക. ചില ആളുകളെങ്കിലും ഒരു തരം വരണ്ട സ്വഭാവം പെരുന്നാളുകൾക്ക് കാണിക്കുന്നത് കാണാം. എനിക്കിതൊന്നും ബാധകമല്ല എന്നതുപോലെ, ഒരാഘോഷത്തിന് താല്പര്യമില്ലാത്തതുപോലെ. സഹോദര, ഈ ആഘോഷം ഇബാദത്താണ്. ഈ ദിവസം നീ സന്തോഷം പ്രകടിപ്പിക്കുക എന്നത് ഇബാദത്താണ്, അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അള്ളാഹുവിന് വേണ്ടിയാണ് നീ ഈ സന്തോഷം പ്രകടിപ്പിക്കുക. അള്ളാഹു നിശ്ചയിച്ചു തന്ന ദിവസമാണ്. അള്ളാഹു സന്തോഷിക്കാൻ പറഞ്ഞാൽ സന്തോഷിക്കുന്ന, അള്ളാഹു സന്തോഷം പ്രകടിപ്പിക്കാൻ പറഞ്ഞാൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന, അവൻ പറഞ്ഞതുപോലെ ജീവിക്കുന്ന അവൻ്റെ അടിമയാകണം നീ. അതിനാണ് എല്ലാ ഖൈറുമുള്ളത്. അതുകൊണ്ട് കുളിച്ചൊരുങ്ങുക. താബഈങ്ങൾ പറഞ്ഞത് കാണാം, പെരുന്നാൾ ദിവസത്തെ സുന്നത്തുകളിൽപ്പെട്ടതാണ്, പെരുന്നാൾ ദിവസത്തെ സുന്നത്തിൽപ്പെട്ടതാണ് കുളിക്കുക എന്നത്. താബഈങ്ങളിൽ പ്രമുഖന്മാർ പറഞ്ഞത് കാണാം. അവർ സുന്നത്ത് എന്ന് പറഞ്ഞാൽ സഹാബത്തിൽ നിന്നവർ കണ്ടു മനസ്സിലാക്കിയ കാര്യമാണത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ച് അവരിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ് ആ ദിവസം കുളിക്കുക എന്നത്. അതുപോലെ സുഗന്ധമണിയുക, ശരീരത്തിലും വസ്ത്രത്തിലുമെല്ലാം നല്ല സുഗന്ധം പുരട്ടുക, നല്ല വസ്ത്രമണിയുക. ഇതിൻ്റെ പക്കലുള്ള വസ്ത്രത്തിൽ ഏറ്റവും നല്ല വസ്ത്രം അതണിയുക. പെരുന്നാളിന് വേണ്ടി പുതിയ വസ്ത്രങ്ങൾ വാങ്ങുക സഹോദരങ്ങളെ, പെരുന്നാളിന് വേണ്ടി പുതിയ വസ്ത്രങ്ങൾ വാങ്ങുക, ഏറ്റവും നല്ല വസ്ത്രം വാങ്ങുകയും അത് അണിയുകയും ചെയ്യുക. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അന്ന് കണ്ടാൽ പ്രത്യേകം അള്ളാഹു അമലുകൾ സ്വീകരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുമായിരുന്നു. ജുബൈർ ഇബ്നു നുഫൈർ റഹിമഹുല്ലാഹ് എന്ന മഹാനായ താബിഈ പറയുകയാണ്, കാന അസ്ഹാബു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇൽതഖൂ യൗമൽ ഈദ് യഖൂലു ബഅ്ദുഹും ലിബഅ്ദിൻ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ജുബൈർ ഇബ്നു നുഫൈർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഈദ് ദിവസം പരസ്പരം കണ്ടാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. തഖബ്ബലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ, മിന്നാ വമിൻകും, നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും നമ്മളെല്ലാവരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ സ്വീകരിക്കട്ടെ. സഹോദരങ്ങളെ, അതെ, അല്ലാഹു സ്വീകരിക്കുക, അതിനാണ് എല്ലാ കാര്യവുമുള്ളത്. നോക്കൂ, മുഅ്മിനീങ്ങൾ 30 ദിവസം അല്ലാഹുവിന് വേണ്ടി, അവന് വേണ്ടി പട്ടിണി സഹിച്ചു, അവന് വേണ്ടി ദാഹം സഹിച്ചു, അവന് വേണ്ടി പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്തു, അവന് വേണ്ടി സുജൂദുകൾ ധാരാളമായി ചെയ്തു. എന്നിട്ട് ആ നോമ്പ് പൂർത്തിയാകുന്ന പെരുന്നാളിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസം അവരുടെ ദുആ അള്ളാഹു സ്വീകരിക്കട്ടെ എന്നാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, അള്ളാഹു നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കട്ടെ. എന്തൊരു മനോഹരമായ ആഘോഷമാണ് സഹോദരങ്ങളെ. ഈ ഉമ്മത്തിലല്ലാതെ, മുസ്ലിമീങ്ങൾക്കല്ലാതെ ഇത്ര മനോഹരമായ ആഘോഷം എവിടെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക? ഒരാൾക്കും ഉപദ്രവം ഏൽപ്പിക്കുന്ന ഒരു സംഗതിയും മുസ്ലിമീങ്ങളുടെ ആഘോഷത്തിലില്ല, ഒരാളെയും പ്രയാസപ്പെടുത്തുന്നില്ല.
ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്നില്ല, മറിച്ച് ആളുകൾക്ക് നന്മ ചെയ്യുകയാണ്. അവരുടെ നന്മകളാണ് വർദ്ധിക്കുന്നത്, അവരുടെ സദഖയാണ് വർദ്ധിപ്പിക്കുന്നത്, അവരുടെ ദുആ ആണ് വർദ്ധിപ്പിക്കുന്നത്. ഈ ഉമ്മത്തിലല്ലാതെ പ്രിയമുള്ളവരെ എവിടെയാണ് നിങ്ങൾക്കിത് കാണാൻ സാധിക്കുക? എങ്ങനെ അങ്ങനെ അല്ലാതിരിക്കും? കാരണം ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്. അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്കിത് പഠിപ്പിക്കുന്നത്. ഇതാളുകൾ കെട്ടിയുണ്ടാക്കിയതോ അവരുടെ ബുദ്ധിയിൽ ഉദിച്ചതോ അവരുടെ തോന്നിവാസങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തിയതോ ആയ ദീനല്ല, അള്ളാഹുവിൻ്റെ ദീനാണിത്. റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ദീനാണ്. അതുകൊണ്ട് നോക്കൂ, പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ ദുആ ചെയ്യുന്നു, അവർ അന്നാളുകൾക്ക് ഭക്ഷണം നൽകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഖുതുബയ്ക്ക് ശേഷം ബിലാലിനെയും കൂട്ടി സ്ത്രീകളുടെ അരികിൽ പ്രത്യേകം ചെന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, തസദ്ദഖ്ന, സദഖ നൽകൂ നിങ്ങൾ. ബിലാലിൻ്റെ കയ്യിൽ അതാ ഒരു തട്ടമിങ്ങനെ വിടർത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സഹോദരിമാർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി വനിതകൾ, ആ ഉന്നതരായ വനിതകൾ, അവരതാ അവരുടെ സ്വർണ്ണാഭരണങ്ങളും മറ്റുമെല്ലാം ദാനം ചെയ്യുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നന്മക്ക് പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെ നന്മകൾ നിറഞ്ഞ ഈദിൻ്റെ ദിവസം, പ്രിയമുള്ളവരെ, അത് നന്മകൾ നിറഞ്ഞത് തന്നെയാകട്ടെ. ആ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട ചിഹ്നമാണ് തക്ബീർ എന്ന് പറയുന്നത്. തക്ബീറുകൾ മുഴക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നിങ്ങനെ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന വാചകം ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിലേക്ക് പോവുക. ഉച്ചത്തിൽ തക്ബീറുകൾ പറഞ്ഞുകൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് പോവുക എന്നതാണ് സഹാബത്തിൻ്റെ രീതി. അള്ളാഹു അതാണ് കൽപ്പിച്ചത്. വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾ അള്ളാഹു നിശ്ചയിച്ച ആ എണ്ണം പൂർത്തിയാക്കാനും അള്ളാഹുവിനെ തക്ബീർ ചൊല്ലാനും അവനെ പ്രകീർത്തിക്കാനും നിങ്ങൾ നന്ദി കാണിക്കാനും അള്ളാഹു നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നതിന് അവനെ പ്രകീർത്തിക്കുക, തക്ബീർ ചൊല്ലുക, അവന് നന്ദി കാണിക്കുക. എന്താണ് തക്ബീറിൻ്റെ സമയം? തക്ബീറിൻ്റെ സമയം അതാ റമദാനിൻ്റെ അവസാനത്തെ ദിനം തീരുന്നതോടെ, അഥവാ റമദാനിലെ അവസാനത്തെ സൂര്യൻ അസ്തമിക്കുന്നതോടെ തക്ബീറിൻ്റെ സമയം ആരംഭിക്കുകയായി. പിന്നീട് തക്ബീർ വർദ്ധിപ്പിക്കുക. ഈദുൽ ഫിത്റിൻ്റെ തക്ബീർ പെരുന്നാൾ നിസ്കാരത്തോടെ അവസാനിക്കുന്നു. പെരുന്നാൾ നിസ്കാരത്തോടെ ഈ പെരുന്നാളിൻ്റെ, നോമ്പിൻ്റെ പെരുന്നാളിൻ്റെ തക്ബീർ അവസാനിക്കുന്നു. അതേസമയം ഈദുൽ അദ്ഹ, ബലി പെരുന്നാളിൻ്റെ തക്ബീർ പിന്നെയുമുണ്ട്, പിന്നെയും 3 ദിവസമുണ്ട്. എന്നാൽ ഈ പെരുന്നാളിൻ്റെ തക്ബീർ റമദാനിൻ്റെ അവസാനത്തെ ദിവസത്തെ സൂര്യൻ അസ്തമിക്കുന്നതോടെ ആരംഭിക്കുകയും പെരുന്നാൾ നിസ്കാരത്തോടെ അവസാനിക്കുകയും ചെയ്യും. തക്ബീർ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാവരും ഉച്ചത്തിൽ ചൊല്ലുക. എന്നാൽ എല്ലാവരും അവർ ഒരേ ഈണത്തിലാകാൻ ശ്രദ്ധിക്കേണ്ടതില്ല. ഒരേ ഈണത്തിൽ തന്നെ എല്ലാവരും ഒരേ ശബ്ദത്തിൽ ഒരേ ഈണത്തിൽ ചൊല്ലാൻ ശ്രദ്ധിക്കേണ്ടതില്ല. മറിച്ച് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. എല്ലാവരും ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. മറ്റുള്ളവർ അവർ ചൊല്ലുന്നതോടൊപ്പമാകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതില്ല. അവർ ചൊല്ലുന്നതിന് എതിരാകാനും നീ ശ്രദ്ധിച്ച് അങ്ങനെ വസ്വാസിലാകേണ്ടതില്ല. എല്ലാവരും തക്ബീർ ഉച്ചത്തിൽ ചൊല്ലുക. അതാണ് ശരിയായ രീതി. നോക്കൂ, ഈ ഈദിന് പാടില്ലാത്ത ചില സംഗതികളുണ്ട്. ഒരു ഈദിനും നമ്മുടെ 2 ഈദുകൾക്കും പാടില്ലാത്ത കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈദിന് നോമ്പെടുക്കുക എന്നതാണ്. 2 ഈദിന് നോമ്പെടുക്കുക എന്നത് ഹറാമാണ്, അത് പാടില്ല. അതിന് നോമ്പെടുക്കുക എന്നത് പാടില്ല. കാരണം നോമ്പ് അവസാനിച്ചിട്ടാണ് ഈദ് ആരംഭിക്കുന്നത്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ലോകത്തെവിടെയെങ്കിലും നോമ്പായാൽ, പെരുന്നാളായാൽ നമുക്കിവിടെ നോമ്പെടുക്കുക ഹറാമാണ് എന്നാണ്. അതല്ല സഹോദരങ്ങളെ, അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് നീ നിൻ്റെ ചുറ്റുമുള്ള മുസ്ലിമീങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, അവർ സന്തോഷത്തോടെ പുറത്തിറങ്ങുമ്പോൾ നോമ്പ് നോറ്റിരിക്കുക, അതാണ് പാടില്ലാത്തത്, അതാണ് ഹറാം. അതല്ലാതെ ലോകത്തെവിടെയെങ്കിലും പെരുന്നാളായാൽ നീ ഇവിടെ നോമ്പെടുത്താൽ, നിൻ്റെ നാട്ടിൽ നോമ്പാണ്, നീ നോമ്പെടുത്താൽ നിനക്ക് പെരുന്നാളിന് നോമ്പെടുത്ത കുറ്റം ലഭിക്കുമോ? ഒരിക്കലും ലഭിക്കുകയില്ല. മറിച്ച് നിനക്ക് നോമ്പ് ഒഴിവാക്കിയാലാണ് കുറ്റം ലഭിക്കുക. നോമ്പ് ഒഴിവാക്കാൻ പാടില്ല, നോമ്പ് നിർബന്ധമാണ്. നിൻ്റെ ചുറ്റുമുള്ള മുസ്ലിമീങ്ങളുടെ കൂടെ നോമ്പെടുക്കുക നിനക്ക് നിർബന്ധമാണ്. അങ്ങനെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ മുസ്ലിമീങ്ങൾ ഈ വാർത്താവിനിമയ സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്ത കാലത്ത് നോമ്പെടുത്തതും പെരുന്നാൾ ആഘോഷിച്ചതുമെല്ലാം. ഇനിയും ഇതൊക്കെ ഇല്ലാതായ കാലത്ത് മുസ്ലിമീങ്ങൾക്ക് ഇബാദത്തുകൾ നിർവഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നോമ്പ് പെരുന്നാളിന് ഹറാമാവുക, നിൻ്റെ നാട്ടിലുള്ള നിൻ്റെ ചുറ്റുമുള്ള മുസ്ലിമീങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവർ സന്തോഷത്തോടെ പുറത്തിറങ്ങുമ്പോൾ നീ നോമ്പെടുത്താലാണ്, അത് പാടില്ല, അത് ഹറാമാണ്. നോക്കൂ, 2 പെരുന്നാളുകൾക്ക് നോമ്പെടുക്കുക എന്നത് ഹറാമാണ്, അത് പാടില്ലാത്തതാണ്. അതുപോലെ നോക്കൂ, ചില ആളുകൾ 2 പെരുന്നാളുകൾക്ക് നോമ്പെടുക്കുക എന്നത് ഹറാമാണ്, പാടില്ലാത്തതാണ്. പെരുന്നാളിന് ചില ആളുകൾ പ്രത്യേകമായി ഖബർ സിയാറത്ത്
അതിൻ്റെ ദിവസമായി പെരുന്നാൾ ദിവസം തിരഞ്ഞെടുക്കുന്നത് കാണാം. അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതോ സഹാബത്തിൻ്റേതോ മാതൃക അതിന് വന്നിട്ടില്ല. പെരുന്നാൾ ദിവസം ഖബറാളികളെ സന്ദർശിക്കേണ്ടതില്ല, പ്രത്യേകമായി ആ ദിവസം അതിന് കാണേണ്ടതില്ല. മറിച്ച് ഖബർ സിയാറത്ത് നിനക്ക് എപ്പോൾ വേണമെങ്കിലും നിർവഹിക്കാം, ഏത് സമയത്തും അത് സുന്നത്തായ കാര്യമാണ്. പെരുന്നാൾ ദിവസം അതിന് പ്രത്യേകമായി തിരഞ്ഞെടുക്കുക എന്നത് പാടില്ലാത്തതാണ്. അത് പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത കാര്യം ദീനായി ചെയ്യുക എന്നത് ബിദ്അത്താണ്. ഇത് ബിദ്അത്താണ്. അതൊരു പ്രതിഫലമല്ല ലഭിക്കുക, മറിച്ച് അതൊരു ശിക്ഷയാണ് ലഭിക്കുക. വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ നോക്കൂ, പെരുന്നാളായാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ നിഅമത്തിനാൽ ഈ സന്തോഷ ദിവസം വന്നു ചേർന്നാൽ റമദാനിൽ ചെയ്തു കൂട്ടിയ നന്മകളെല്ലാം ഒരു ദിവസം കൊണ്ട് അവൻ മറന്നുപോകുന്ന, ഇത്രനാൾ റബ്ബിനു വേണ്ടി അവൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഭക്ഷണം ഒഴിവാക്കിയവനാണ് ഞാൻ. സൂര്യൻ ഉദിച്ചത് മുതൽ ഫജർ മുതൽ സൂര്യൻ അസ്തമിക്കുന്നതുവരെ, സുബ്ഹിൻ്റെ നേരം മുതൽ സൂര്യൻ അസ്തമിക്കുന്നതുവരെ അള്ളാഹു കഴിക്കരുത് എന്ന് പറഞ്ഞതിനാൽ ഭക്ഷണം ഒഴിവാക്കിയവനാണ് ഞാൻ. അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞതിനാൽ വെള്ളം കുടിക്കാതിരുന്നവനാണ് ഞാൻ എന്നവൻ മറന്നു പോവുകയാണ്. അള്ളാഹു ഹറാമാക്കിയ ദിവസം അതാ ഈ സന്തോഷത്തിൻ്റെ ദിവസം തന്നെ ചെയ്യുന്ന ആളുകളെ കാണാം. ഒരുപാട് മുസ്ലിം പേരുള്ള ആളുകൾ, ഈ ഉമ്മത്തിൻ്റെ മക്കൾ അന്ന് ഹറാമായ കാര്യങ്ങളിലൂടെയാണ് ആഘോഷങ്ങൾ, ഈ ദീനിൻ്റെ ആഘോഷമെന്ന് പറഞ്ഞ് ഹറാമുകളിലാണ് അവർ പോകുന്നത്. ഒരുപാട് ആളുകളെ സിനിമാ തിയേറ്ററുകളിലാണ് അന്ന് കാണാൻ കഴിയുക. ഒരുപാട് ആളുകൾ അന്ന് വരെ മനോഹരമായി അവൻ വളർത്തിയ താടി അന്ന് വടിച്ചു കളയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് എതിരു പ്രവർത്തിക്കുന്നു. യഹൂദികളോടും മജൂസികളോടുമൊക്കെ സാദൃശ്യപ്പെടലാണ് താടി വടിച്ചു കളയുക എന്നത്. അതവൻ പെരുന്നാളിൻ്റെ അന്ന് തന്നെ രാവിലെ തന്നെ അവൻ ചെയ്യുകയാണ്. അവൻ്റെ മുഖത്തിൻ്റെ ആ ഭംഗി, അള്ളാഹു പുരുഷന്മാർക്ക് നൽകിയ ഭംഗി അവനതാ എടുത്തു നീക്കുകയാണ്. പാടില്ല പ്രിയമുള്ളവരെ. അതുപോലെ സ്ത്രീകൾ അള്ളാഹു ഹറാമാക്കിയ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന, അത് പ്രദർശിപ്പിക്കുന്ന വസ്ത്രങ്ങൾ പെരുന്നാളിൻ്റെ ദിവസം അന്യരായ ഒരുപാട് ആളുകൾ കാണുന്ന വഴിയോരങ്ങളിലും അതുപോലെ ഈദ് നിസ്കാരത്തിലും അല്ലാത്ത സന്ദർഭത്തിലുമെല്ലാം അണിയുകയാണ്. പ്രിയമുള്ളവരെ, പാടില്ല. അള്ളാഹുവിനെ സൂക്ഷിക്കുക. റമദാനിൽ നമ്മുടെ റബ്ബാരോ അവൻ തന്നെയാണ്. ശവ്വാലിലും നമ്മുടെ റബ്ബ്, എല്ലാ മാസങ്ങളിലും നമ്മുടെ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അവൻ കാണുന്നുണ്ട്. അത് മറക്കാതിരിക്കുക. ഈ നോമ്പ് റബ്ബ് നമുക്ക് നിർബന്ധമാക്കിയത് തഖ്വ കൈവരിക്കാനാണ്. നോമ്പിൻ്റെ തുടക്കത്തിൽ നമ്മൾ കേട്ടായത്തില്ലേ, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന ആയത്ത്, അത് മറന്നുപോകല്ലേ, അതിനെയും മറക്കരുതേ. അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഈ നോമ്പ് അള്ളാഹു സ്വീകരിക്കാൻ പ്രിയമുള്ളവരെ നോമ്പിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക. നോമ്പ് സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്നറിയാൻ നോമ്പിന് ശേഷമുള്ള നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട് എന്നതിലേക്ക് നോക്കുക. അത് ഇതിൻ്റെ അടയാളമാണ്. അള്ളാഹു സ്വീകരിച്ചോ ഇല്ലേ എന്നതിൻ്റെ അടയാളമാണ്. അള്ളാഹു നമ്മുടെ എല്ലാം നോമ്പ് സ്വീകരിക്കുമാറാകട്ടെ. റമദാനിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചതുപോലെ അതിനേക്കാൾ നന്നായി ഇതിനു ശേഷവും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാകാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. صلى الله وسلم على نبينا محمد.